ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നൊരു വ്ളോഗാണിത് കേട്ടോ. ആക്ച്വലി ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണിത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് വോയിസ് ഓവറും കൊടുക്കാൻ പറ്റിയില്ല, വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പറ്റിയില്ല, അങ്ങനെ നീണ്ടു പോയി കേട്ടോ. അപ്പോൾ ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തിക്ക് മോളെ കൃഷ്ണനാക്കി ഒരുക്കണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് രാധയാക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു ട്രഡീഷൻ പോലെ കുട്ടികളെ കൃഷ്ണനാക്കി റെഡിയാക്കുക, അതൊരു ഓഫറിങ് പോലെയാണ് പലരും ചെയ്യുന്നത്. നമ്മളും ആദ്യം തൊട്ടേ മോളെ കൃഷ്ണനാക്കി റെഡിയാക്കുന്നതൊക്കെ ശരിക്കും ഭഗവാൻ കൃഷ്ണനെ നമുക്ക് എത്രയൊക്കെ നമ്മൾ ഐഡലൊക്കെ വെച്ച് വർഷിപ്പ് ചെയ്താലും ആ ഒരു ദിവസം നമ്മൾ നമ്മുടെ മക്കളെ കൃഷ്ണനാക്കി റെഡിയാക്കുമ്പോഴത്തേക്കും എവിടെയോ നമുക്ക് ശരിക്കും കൃഷ്ണനെ നമ്മൾ തൊടുന്നതും ഒരുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. ശരിക്കും ഉണ്ണിക്കണ്ണനെ നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് റെഡിയാക്കുന്നത് പോലെ ഒരു സന്തോഷം നമുക്ക് വരും. അപ്പോൾ ഫൈനലി ഞാൻ തീരുമാനിച്ചു മോളെ കൃഷ്ണനാക്കി തന്നെ റെഡിയാക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് മോളെ ഞാൻ റെഡിയാക്കിയത്. പിന്നെ ലക്കിലി മേക്കപ്പ് ചെയ്യുന്ന സമയം മൊത്തം ആൾ നല്ല ഉറക്കമായതുകൊണ്ട് കണ്ണ്, ഈ കുറിയിടുന്നത്, പിരികം വരയ്ക്കുന്നത് എല്ലാം എനിക്ക് വളരെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റി. ടുവേർഡ്സ് ദ എൻഡ് ഫൈനൽ ടച്ചസിന് അർജുൻ ചേട്ടനും കൂടെ ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചു ബേബി ഫൈനലി സെറ്റായി. ഇനി ഇറ്റ്സ് മൈ ടേൺ ടു ഗെറ്റ് റെഡി. ഞാൻ അമ്മൂമ്മയുടെ ഒരു കിഡിലൻ പീക്കോക്ക് ഗ്രീൻ കളർ സാരിയാണ് ഉടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സാരിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് ഉടുക്കുന്നത്. ആൻഡ് ഒരുപാട് പേര് എൻ്റെ സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത് ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്തിട്ട് ഒരു വീഡിയോയിൽ കോമൺ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. സോ ഫേസ്റ്റ്ലി നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിലൂടെ മാത്രം നമുക്ക് സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇൻറ്റേർണലി കൂടെ നമുക്ക് പ്രോപ്പർ സപ്ലിമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഇത് രണ്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ നമ്മുടെ ഫ്ലഡ് സ്റ്റോർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല വേറെ കുറേ പ്രോഡക്റ്റ്സ് ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്ലഡ് സ്റ്റോർ എന്താണെന്ന് നിങ്ങളിപ്പോൾ വണ്ടർ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം കേട്ടോ. ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസ് അവർ യൂസ് ചെയ്ത് അവർക്ക് വർക്കായിട്ടുള്ള പല പ്രോഡക്ട്സും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലഡ് സ്റ്റോർ, വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ പെയ്ഡ്. അവരവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ലിസ്റ്റ് ചെയ്യുന്ന പല പ്രോഡക്ട്സും നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനും വാങ്ങിക്കാനും പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഫ്ലഡ് സ്റ്റോർ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇൻറ്റേർണലിയും കൂടെ സപ്ലിമെൻറ്റ്സ് കൊടുത്താലേ സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വിസിൻ്റെ വീഗൻ കൊളാജൻ ടാബ്ലറ്റ്സ് ആണ്, വിത്ത് ദ ഗുഡ്നെസ് ഓഫ് ബയോട്ടിൻ ആൻഡ് വൈറ്റമിൻ സി. And I must say that this is one of my favorite supplements from the Swiss brand. As you all know, കൊളാജൻ നമ്മുടെ ബോഡിക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റിക്ക് ആണെങ്കിലും ബോണിൻ്റെ ഡെൻസിറ്റിക്ക് ആണെങ്കിലും ആ കൊളാജൻ ഫോർമേഷന് ഈ സപ്ലിമെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓൾസോ ഇറ്റ് സപ്പോർട്ട്സ് സ്കിൻ റിപ്പയർ ആൻഡ് റീജനറേഷൻ. സോ അതുകൊണ്ട് തന്നെ ഐ ഹൈലി റെക്കമെൻഡ് യു ഓൾ ടു ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ഐ ഹാവ് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഈ വീഡിയോയുടെ താഴെ ചെക്ക് ചെയ്താൽ മതി. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2 to 3 വീക്സ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ സാരി എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. ഈ കളർ കോമ്പിനേഷൻ ഇഷ്ടമായോ? ആക്ച്വലി ഞാൻ ഇപ്പോഴൊക്കെ പോത്തീസിലാണെങ്കിൽ ജയലക്ഷ്മി, നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻസ് ഞാൻ അധികം കാണാറില്ല. അപ്പം അമ്മൂമ്മ പണ്ട് ഒരു കളക്ഷനിൽ നിന്ന്, അത് അമ്മൂമ്മ ഈ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കൂലേ, കളക്ഷൻ പോലെ വെച്ചിരുന്നതെന്നുള്ള ഒരു സാരിയാണ്. അപ്പോൾ ഈ കളർ ആസ് സച്ച് എനിക്ക് ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നി. ഇത് ഉടുത്തപ്പോൾ എനിക്ക് നല്ല ചേരുന്നതായിട്ടും തോന്നി കേട്ടോ. ഈ അമ്മൂമ്മ പോയിട്ട് ഏകദേശം 1 year ആകുന്നു കേട്ടോ. സ്റ്റിൽ എനിക്ക് ഓരോ ഫംഗ്ഷനും ഉടുക്കാൻ പുതിയ പുതിയ സാരികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന്. ഓരോ ഫംഗ്ഷൻ എനിക്ക് അതുകൊണ്ട് സ്പെഷ്യൽ ആവുകയാണ് കേട്ടോ. പിന്നെ അനുവിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചു തരുവാണേ നിങ്ങൾക്ക് വേണ്ടി. ഞാൻ ആക്ച്വലി അവിടെ എന്തോ കാര്യത്തിന് വേണ്ടി പോയതാണ്. ആ സമയം കൊണ്ടാണ് അനുവിൻ്റെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കാണിക്കുന്നത്. ഇത് ആക്ച്വലി അനുവിന് ഏതോ ഒരു വർഷത്തെ വിദ്യാരംഭത്തിന് തയ്ച്ച ഒരു പാവാടയും ബ്ലൗസുമാണ്. ഇപ്പോഴും അതിൽ പെർഫെക്റ്റായിട്ട് അനുവിനത് ഫിറ്റ് ആവുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയിൽ അറ്റാറൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ തൊട്ട് പ്രീവിയസ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഔട്ട്ഫിറ്റും കൊച്ചു ബേബി എങ്ങനെയാണ് റെഡി ആയെന്നൊക്കെ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ ഇപ്പോൾ റെഡി ആയിട്ട് ഇത്തവണ ഞങ്ങൾ വിചാരിച്ചൊരു കാര്യമാണ്, വീട്ടിൽ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇസ്കോൺ ടെമ്പിളിൽ പോകാം എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ കാരണം, ഞങ്ങൾ ആ പ്രോഗ്രാം അവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു മിഡ് നൈറ്റ് ഒക്കെ വരെ സെലിബ്രേഷൻസ് ഉണ്ടാവും, ഇഷ്ടംപോലെ പൂജയൊക്കെ ഉണ്ടാവും, ടെമ്പിൾ ഓപ്പൺ ആയിരിക്കും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ധൈര്യമായിട്ട് ഇസ്കോൺ ടെമ്പിളിലോട്ട് പോയി ബാക്കി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ പോകുന്നവരെല്ലാവരും ഈ ഒരു
കുറി ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടുത്തെ ഡിവോട്ടീസ് എല്ലാവരും വരുന്നത്. അതുകൊണ്ട് ഞാനും അനുവും ഒക്കെ ഈ ഒരു കുറി ഇട്ടിട്ടാണ് നമ്മുടെ ടെമ്പിളിലോട്ട് പോയത്. ഒന്നുകൂടി ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ വ്ളോഗാണ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഈസ്കോൺ ടെമ്പിൾ പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, ട്രിവാൻഡ്രം. അവിടെ പോകുന്ന വഴിയിൽ തന്നെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി. അതായത് നമുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ടെമ്പിളിലൊക്കെ വന്നതുപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ഒരുപാട് പേര് കുട്ടികളെ കൃഷ്ണനാക്കി റെഡിയാക്കി കൊണ്ടുവരുന്നു പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ അവിടെ പോയപ്പോൾ സർപ്രൈസ് ആയിരുന്നു. ഒത്തിരി കുട്ടികളെ കൃഷ്ണനാക്കി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസിനെയൊക്കെ കൂടി കൃഷ്ണനാക്കി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഭഗവാനെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല റഷ് ഉണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ആൻഡ് ഈ കണ്ടിന്യൂസ് ആയിട്ട് അവർ സോങ്സ് ഒക്കെ അകത്ത് ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു, ലൈവായിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ച്. സോങ്സ് ഇൻ ദ സെൻസ് ഹരേ കൃഷ്ണ മന്ത്രമൊക്കെ അവിടെ ഇങ്ങനെ ജപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിവോട്ടീസ് ഒക്കെ അവിടെ ഫുൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഹാളിൽ ഫുള്ളിങ്ങനെ പാക്ഡ് ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അകത്തേക്ക് കയറാൻ ഇച്ചിരി പാടുപെട്ടായിരുന്നു. പുറത്ത് നിൽക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ അറിയാവുന്ന കുറച്ച് പേരൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ദൂരെ നിന്നാണ് അഭിഷേകം കണ്ടത്. ഓൾമോസ്റ്റ് അഭിഷേകം കഴിയാറായപ്പോഴാണ് ഞങ്ങൾക്ക് ഹാളിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റിയത്. അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഹാളിൻ്റെ അകത്തുള്ള ആൾക്കാരെല്ലാം ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിങ്ങനെ ഡാൻസും പാട്ടും ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു, എന്ത് ബ്യൂട്ടിഫുൾ വേ ആണ് ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ എന്നുള്ളത്. നമുക്ക് പല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കാം കേട്ടോ. ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാം, കണ്ണടച്ച് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, നാമം ചൊല്ലി പ്രാർത്ഥിക്കാം, പാട്ട് പാടി നമുക്ക് നമ്മുടെ ഡിവോഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പം ശ്രീരാമജയം എന്നൊക്കെ ഞാൻ എഴുതുന്നില്ല, അതുപോലെ നമ്മൾ എഴുതിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഡിവോഷൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു രീതി ഓഫ് എക്സ്പ്രഷനാണ് ഈ ഡാൻസ് കേട്ടോ. ഡാൻസ് ചെയ്ത് നമ്മളിങ്ങനെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിലിങ്ങനെ മുഴുകിയിരിക്കും. നമ്മളവിടെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ നാളത്തെ കാര്യം, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ആ ടൈം, ആ മൊമെൻ്റ് അങ്ങ് നമ്മൾ എൻജോയ് ചെയ്യാണ്. ശരിക്കും നമ്മളൊരു കൊച്ചുകുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് പോയി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആ ഇസ്കോൺ ടെമ്പിളിൽ പോയി ഞങ്ങൾ ശരിക്കും സെലിബ്രേറ്റ് ചെയ്തു. പാട്ട് പാടി ഡാൻസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതൊരു ഭയങ്കര മെമ്മറബിൾ ഡേ ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല ഒരു ശ്രീകൃഷ്ണ ജയന്തി. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഞാൻ മറക്കത്തില്ല. എടുത്തു പറയേണ്ടത് കൊച്ചുബേബി അതിൻ്റെ അകത്ത് ഒത്തിരി എൻജോയ് ചെയ്തു. ഡാൻസ് കളിക്കുന്നതാവട്ടെ, പാട്ടാവട്ടെ, ആൾക്കാരുടെ അറ്റൻഷൻ ആവട്ടെ, മോളെ നടുക്ക് നിർത്തി ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന് ഡാൻസ് ചെയ്ത് ആൾക്ക് ചുറ്റും കറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൊച്ചുബേബി ഭയങ്കരമായിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പോലും വരാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. അവിടെ നിന്ന് വീണ്ടും പാട്ട് പാടുന്ന അവരുടെ അടുത്തോട്ട് പോയി ഓരോ സ്റ്റെപ്പൊക്കെ വെക്കുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് മിക്സഡ് ഫീലിംഗ് കേട്ടോ. എനിക്ക് എന്തെല്ലാം ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അപ്പം അർജുൻ ചേട്ടൻ ഡാൻസ് ചെയ്തു. അവിടെ ഞാൻ കണ്ട ഒരു സംഭവമാണ്, ആരും ഭയങ്കര ഇതായിട്ട് അയ്യോ ഞങ്ങൾ ഡാൻസ് ഒന്നും കളിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആരെയും ഞാൻ കണ്ടില്ല. എല്ലാവരും അവിടെ വന്ന് മതി മറന്ന് ആൾക്കാരെന്ത് ചിന്തിക്കും അങ്ങനെയൊന്നും കോൺഷ്യസ് ആവാതെ ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട് ഡാൻസ് കളിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അതിൻ്റെ അകത്ത് മുഴുവൻ. അതുകൊണ്ട് നല്ല ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ അമ്പലത്തിൻ്റെ അകത്ത് കേട്ടോ. നമ്മൾ ആ ഡാൻസ് ചെയ്യുമ്പോഴൊന്നും അറിയുന്നില്ല കേട്ടോ, ഫുള്ള് വിയർത്തങ്ങ് നമ്മൾ
എന്തുമാത്രം എനർജിയാണ് ആ ബേൺ ചെയ്ത് പോയിരിക്കുന്നതെന്ന് അറിയില്ല. ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇവിടെ എന്നും ഇതുപോലെ ഭജനയൊക്കെ ഉണ്ടായിരുന്നു, നമ്മളിവിടെ വന്ന് ഇങ്ങനെ ഹരേ കൃഷ്ണ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഡാൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആക്ച്വലി നമ്മൾ പകുതിയാവും കേട്ടോ. നമ്മൾ അറിയത്തില്ല, നമ്മൾ ഇത്രയും ഡാൻസ് ചെയ്യുമ്പം എന്തോരം എനർജിയാണ് ഈ ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ജഗത് സാക്ഷി പ്രഭു അവിടെ പുറത്ത് നിപ്പുണ്ടായിരുന്നു. മോള് പ്രഭുവിനെ കണ്ടതും പ്രഭുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. ഇസ്കോൺ ടെമ്പിളിൻ്റെ അവിടെ താഴെ ഒരു ആനയുണ്ട്, ആ ആനയെ കാണിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. പ്രഭു എന്ത് സ്വീറ്റ്സ് ആണ് നോക്കിയത്. സാധാരണ ഒരു ടെമ്പിളിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ നമ്മളെ തൊടത്തില്ല, നമ്മുടെ അടുത്തോട്ട് വരത്തില്ല, എപ്പോഴും ഒരു ഡിസ്റ്റൻസിലാണ് അവർ നമ്മളെ കാണുന്നത്. പക്ഷെ ഈ അമ്പലത്തിൽ എല്ലാവർക്കും ആക്സസ് ഉണ്ട്, എല്ലാവരും എല്ലാവരോടും വളരെ കാര്യമായിട്ട് പെരുമാറുന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ടെമ്പിളിനോടൊരു കുറച്ചും കൂടി നമ്മൾക്ക് ക്ലോസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ആ ആന കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആനയെ. അതിന് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അവിടെ ഇസ്കോൺ ടെമ്പിളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ആ പുള്ളിക്കാരിയുടെ പേര് ഞാൻ കറക്റ്റായിട്ടാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. സ്വസ്തിക എന്നാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി ഇതുപോലെ സ്പിരിച്വൽ വ്ളോഗ്സ് ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കരമായ ഒരു കൃഷ്ണ ഡിവോട്ടിയാണ് ആള്. അപ്പം വൃന്ദാവനിൽ പോയിട്ടുള്ള വ്ളോഗ്സ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനതിന് മുന്നേ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ് പുള്ളിക്കാരിയുടെ വീഡിയോസൊക്കെ. അപ്പം അങ്ങനെ അങ്ങനെ ഇവിടെ മീറ്റ് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ആക്ച്വലി ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു ഫേസ് കണ്ടപ്പോഴത്തേക്കും. നമുക്ക് പലപ്പോഴും വീഡിയോയിൽ കാണുന്ന ഒരാളെ നേരിട്ട് കാണുമ്പോഴത്തേക്കും നമുക്കൊന്ന് റിയലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, ആള് തന്നെയാണോ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രോസസ്സിങ് ടൈം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പ്രഭു തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു, ഇങ്ങനെ ഇത് യൂട്യൂബറാണ്, അറിയാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം എനിക്ക് വളരെ ഫെമിലിയർ ആയതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷം തോന്നി ആളുടെ അടുത്ത് സംസാരിക്കാൻ. അപ്പോൾ പുള്ളിക്കാരുടെ കൂടെയുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അവരിഷ്ടം പോലെ ഇതുപോലെ ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നവരാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഇസ്കോൺ ടെമ്പിളിൽ. ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസാദമായിട്ട് തരുന്നത് കുക്കീസ്, മഫിൻസ് ഒക്കെയാണ് ഇവിടെ പ്രസാദമായിട്ട് തരുന്നത് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് അങ്ങനെ അമ്പലം അറിയില്ലല്ലോ, ഇങ്ങനെ സ്വീറ്റ്സും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്നാക്സ് ഒക്കെയാണ് ഇവിടെ പ്രസാദമായിട്ട് തരുന്നത്. ആൻഡ് ഒബ്വിയസ്ലി അതൊക്കെ എഗ്ലെസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പ്രസാദമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. കൊച്ചേബിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും ഡാൻസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മഫിൻസും കുക്കീസൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ട്രൈ ചെയ്തു. ആക്ച്വലി അരുൺ ചേട്ടൻ മോളെ കൃഷ്ണനായിട്ട് റെഡി ആയിട്ട് കണ്ടില്ലായിരുന്നു. തിരിച്ചു വരുമ്പോഴാണ് ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പറ്റിയത്. പക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും കുറേ സാധനങ്ങൾ പോയായിരുന്നു. ബെൽറ്റ് പോയി, ഷോള് പോയി, കിരീടം പോയി, അങ്ങനെയൊക്കെ ഒരു ആ പൂർണ്ണമായിട്ടുള്ള രൂപം കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫോട്ടോസാണ് കാണിച്ചു കൊടുത്തത്. എന്തായാലും നിങ്ങൾക്കും ഫോട്ടോസ് കാണിച്ചു തരാം.